ഒരു വഴിയിൽ കിടന്നിരുന്ന മാന്ത്രിക ബാഗ് ആ വഴിയെ നടന്നു വന്നിരുന്ന ഒരു സേട്ട് കണ്ടു. ആ ബാഗ് കണ്ട അദ്ദേഹം മനസ്സിന്റെ അകത്ത് ഇങ്ങനെ ആലോചിച്ചു നോക്കി. എന്താ അത്? ആരോ ഹാൻഡ് ബാഗ് മറന്നിട്ട് പോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ വിട്ടുപോയ സാധനങ്ങൾ ഒരിക്കലും തന്നെ എടുക്കാൻ പാടില്ല. അതിനകത്ത് ചിലപ്പം സംശയകരമായ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയാൽ നമ്മൾ പ്രശ്നത്തിലാവും. എന്താ ചെയ്യാ? ഒരു ചെറിയ ഹാൻഡ് ബാഗ് അല്ലേ, അതിലെന്തുണ്ടാവാനാ? നമുക്കൊന്ന് എടുത്തു നോക്കാം എന്നൊക്കെ മനസ്സിൽ കൂട്ടിയും കിഴിച്ചൊക്കെ നോക്കി. പിന്നെ ആ ബാഗിന്റെ അകത്ത് അതിലെന്താ ഉള്ളതെന്ന് കാണണമെന്ന ആഗ്രഹത്തിൽ അദ്ദേഹം ആ ബാഗ് എടുത്തു നോക്കി. ആ ബാഗ് അദ്ദേഹം തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്ത് ഒരു ചെറിയ പേപ്പർ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അദ്ദേഹം എടുത്തു നോക്കി. അദ്ദേഹത്തിന് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് ആ പേപ്പറിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം ആ പേപ്പർ വലിച്ചെറിഞ്ഞ് താഴെ കിട്ടിയ ബാഗുമായി അദ്ദേഹത്തിന്റെ കടയിലേക്ക് അദ്ദേഹം നടന്നുപോയി. ഉച്ച സമയം അദ്ദേഹത്തിന്റെ പണയപ്പാട് വെക്കുന്ന കടയിലായിരുന്നു സീറ്റ്. അപ്പോ അടുത്ത നഗരത്തിലുണ്ടായിരുന്ന പത്മിനി അദ്ദേഹത്തിന്റെ കടയിലേക്ക് വന്നു. പത്മിനി ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. പത്മിനിയുടെ അടുത്ത് പൈസയൊന്നുമില്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന സ്വർണം പണയം വെച്ച് അതിൽ കിട്ടുന്ന പൈസ ഉപയോഗിച്ച് തന്റെ കുടുംബം പോറ്റുന്നത് അവര് സ്ഥിരം പരിപാടിയായിരുന്നു. പിന്നെ ജോലിക്ക് പോയിട്ട് ശമ്പളം കിട്ടുമ്പോ പണയം വെച്ച സ്വർണം അവര് തിരിച്ചെടുക്കും. ഇന്നും ആ കടയിലേക്ക് പണയം വെച്ചിരുന്ന കമ്മല് വാങ്ങിച്ചോണ്ടു പോവാൻ വേണ്ടി വന്നതാ. ആ പത്മിനി എന്തൊക്കെയുണ്ട്? കാലയാളോ കണ്ടിട്ട്? പിന്നല്ലാതെ സുഖാണ്. സേഠിന് സുഖം തന്നെയല്ലേ? നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ പുണ്യത്തിലാണ് ഞാനൊക്കെ ജീവിച്ചു പോകുന്നത്. എന്തത് ഇങ്ങനെ പറഞ്ഞ എങ്ങനാ? പിന്നെന്താ, നിങ്ങളെ പോലത്തെ ആൾക്കാർ വന്ന് എന്റെ കടയില് സ്വർണം വെച്ചിട്ട് പോയാലല്ലേ എനിക്കെന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റൂ. എന്താ കാര്യം? വെച്ചുപോയ ആഭരണത്തിന്റെ പലിശ കെട്ടാൻ വേണ്ടി വന്നതാണോ, അതോ വേറെ ആഭരണങ്ങൾ വെച്ചിട്ട് പോവാൻ വന്നതാണോ? അല്ല സേഠി, സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. ഓ അങ്ങനെയാണോ? ശരി ശരി. 4 മാസങ്ങളായി നിങ്ങൾ ഇതുവരെ ആഭരണങ്ങൾക്ക് പലിശ അടച്ചിട്ടില്ല, അറിയോ? പലിശയും മുതലൊക്കെ കൂടെ ചേർത്ത് 10,000 രൂപ ആയിട്ടുണ്ട്. നിന്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുറി വെച്ചിരുന്നു. അത് ഈ മാസാണ് എടുത്തത്. ആ പൈസ ഇപ്പോഴാണ് എന്റെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് പണയം വെച്ച സ്വർണം തിരിച്ചു വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ശരി ശരി, ആ പൈസ ഇങ്ങോട്ടെടുക്ക്. പത്മിനി പൈസ കൊടുത്തത് വാങ്ങിച്ച സേട്ട് പത്മിനി അവിടെ പണയം വെച്ചിരുന്ന സ്വർണം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. സേട്ടെ, പുതിയ വർഷം തുടങ്ങി കുറച്ച് ദിവസമായില്ലേ? നിങ്ങൾ എന്തെങ്കിലും എനിക്ക്, അതായത് ബാഗോ കാലണ്ടറോ വല്ലതും തന്നൂടെ? എന്താ ഇത്? വർഷം തുടങ്ങിയിട്ട് ഇത്രയും കാലമല്ലേ, ഇപ്പോഴാണോ നീ ചോദിക്കുന്നത്? ഇപ്പൊ എനിക്ക് എവിടുന്ന് ഒരു കാലണ്ടർ കൊണ്ടുവരാൻ പറ്റും? ഉണ്ടായിരുന്ന എല്ലാ കാലണ്ടറും എല്ലാവരും മേടിച്ചോണ്ട് പോയി. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുപോലും ഇല്ല. അതിന് പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ബാഗുകൾ കാണുമല്ലോ. ഒരു ഹാൻഡ് ബാഗെങ്കിലും ഒന്ന് താ സേട്ടെ. അത്യാവശ്യ സാധനങ്ങളിട്ട് പുറത്തെടുത്തോണ്ട് പോവാൻ ഒരു നല്ല ഹാൻഡ് ബാഗ് പോലും എന്റെ അടുത്ത് ഇല്ല. അപ്പോഴാണ് സേഠിന് രാവിലെ റോഡിൽ നിന്നും എടുത്തോണ്ട് വന്ന ഹാൻഡ് ബാഗിന്റെ കാര്യം ഓർമ്മ വന്നത്. ശരിയാ, ഇന്ന് രാവിലെ റോഡിൽ നിന്ന് നമുക്കൊരു ഹാൻഡ് ബാഗ് കിട്ടിയില്ലേ? അത് ആരുടെ ബാഗാന്നും അറിയില്ല. ഇവിടെ വെച്ചതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുകയില്ല. വെറുതെ കിടക്കുന്ന ബാഗല്ലേ, ഇവൾക്കങ്ങ് കൊടുത്തേക്കാം. അതായിരിക്കും നല്ലത്. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യേ. അത് മാന്ത്രിക ഹാൻഡ് ബാഗ് ആണെന്നുള്ള കാര്യം അറിയാത്ത കൊണ്ട് ആ ഹാൻഡ് ബാഗ് പത്മിനിക്ക് കൊടുത്തു സേട്ട്. ആ ഹാൻഡ് ബാഗ് വാങ്ങിച്ച പത്മിനി സേഠിനോട് വളരെ നന്ദിയുണ്ട് സേട്ടെ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ആഭരണങ്ങൾ വെക്കാൻ വേറെ ഒരിടത്തും പോകരുത് കേട്ടോ. എന്റെ കടയിലേക്ക് വന്നാൽ മാത്രം മതി. ശരി സേട്ടെ. പത്മിനി ആ ഹാൻഡ് ബാഗിന്റെ അകത്ത് ആ കമ്മലിട്ടു. പിന്നെ അവിടെ നിന്നും നടന്നുപോയി. കാതിലൊരു കമ്മല് പോലും ഇല്ലാതെ ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ പറ്റിയില്ല. കഴുത്തിലും കാതിലൊന്നും ഇല്ലാതെ എങ്ങനെ പോവാനാ? 2 ദിവസത്തില് സീതേച്ചിയുടെ വീട്ടിലെ കല്യാണമുണ്ട്. അതിനെന്തായാലും പോയേ പറ്റൂ. എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് ഒരുപാട് സഹായിച്ചതാ. അവരുടെ മോളുടെ കല്യാണത്തിന് അങ്ങനെ പോവാതിരിക്കാൻ പറ്റുമോ? പക്ഷെ ഒരു കമ്മല് പോലും ഇല്ലാതെ എങ്ങനെ കല്യാണത്തിന് പോവാനാ? കവറിങ് വാങ്ങിക്കണമെങ്കിൽ പോലും വില കൂടുതലല്ലേ? ഇനിയിപ്പോ വാങ്ങിച്ചിട്ടാൽ പോലും ആൾക്കാരത് കണ്ടുപിടിക്കും. ഭാഗ്യത്തിന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അഡ്വാൻസ് കിട്ടിയത് കൊണ്ട് പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ പറ്റി. എന്നൊക്കെ ആലോചിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു പത്മിനി. വീട്ടിലേക്ക് വന്ന പത്മിനി സ്വർണം വെച്ചിരുന്ന ബാഗ് തുറന്നു നോക്കി. അതില് 2 ജോഡി കമ്മലുണ്ടായിരുന്നു. പത്മിനി ശരിക്കും അതിശയിച്ചു പോയി. എന്താ ഇത്? ഈ ഹാൻഡ് ബാഗിന്റെ അകത്ത് ഒരു സെറ്റ് കമ്മലല്ലേ ഇട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ 2 സെറ്റ് കമ്മലുണ്ടല്ലോ. ചിലപ്പോ ഇത് മാന്ത്രിക ഹാൻഡ് ബാഗ് ആയിരിക്കുമോ? ഇതിന്റെ രഹസ്യം എന്താണെന്ന് ഒന്നും കൂടി പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്ന് മനസ്സിൽ വിചാരിച്ച് ആ ബാഗിന്റെ അകത്ത് 1 രൂപ കോയിൻ ഇട്ടു. എന്തൊരു അതിശയം അത്!
ആ ബാഗിന്റെ അകത്തിട്ട് 1 രൂപ കോയിൻ അടുത്ത സെക്കൻഡ് തന്നെ 2 കോയിനായി മാറി. അത് കണ്ടപ്പോ തന്നെ പത്മിനി ശരിക്കും അതിശയിച്ചു പോയി. ശരിക്കും ഇത് മാന്ത്രിക ബാഗാണെന്നാ തോന്നുന്നത്. ഈ ബാഗിന്റെ അകത്ത് എന്തിട്ടാലും അത് 2ആയിട്ട് വർദ്ധിക്കും തോന്നുന്നു. കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് പ്രകൃതി തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഈ ബാഗ് എനിക്ക് സമ്മാനിച്ചതാണെന്ന് തോന്നുന്നു. ഈ ബാഗ് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഈ ബാഗ് എന്റെ ആവശ്യങ്ങൾക്ക് മാത്രമല്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന പോലെയും ഉപയോഗിക്കണം. ആ മാന്ത്രിക ബാഗിന്റെ സഹായത്തോടെ തനിക്ക് ആവശ്യമുള്ള പൈസ ആ ബാഗിന്റെ അകത്തിട്ട് 2ആയി വർദ്ധിപ്പിച്ച് ഉപയോഗിച്ചു പത്മിനി. അവരെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും ആ ബാഗ് ഉപയോഗിച്ച് സാധനങ്ങളും പണവും 2 മടങ്ങായി വർദ്ധിപ്പിച്ച് സഹായിച്ച് സന്തോഷിച്ചു പത്മിനി.